الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീധന പീഡനങ്ങളും അതിൻ്റെ പേരിൽ നടക്കുന്ന ആത്മഹത്യകളുമൊക്കെയാണ് ഇന്ന് കേരളത്തിൻ്റെ സാമൂഹികാന്തരീക്ഷത്തിൽ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധനമെന്ന പൈശാചികതയെ സംബന്ധിച്ച് ആവശ്യമായ രീതിയിൽ തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചു. ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമല്ല, ധാരാളം ആത്മഹത്യകളാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധനം കൊടുക്കുന്നവരോ വാങ്ങുന്നവരോ ആയി മാറാതിരിക്കുക എന്നതാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നാം പുലർത്തേണ്ടുന്ന ജാഗ്രത. അതും നമ്മൾ വിശദീകരിച്ചു. എന്നാൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ മാത്രമല്ല, പല പ്രശ്നങ്ങളുടെയും പേരിൽ മുമ്പൊന്നുമില്ലാത്ത വിധം സമൂഹത്തിൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മുസ്ലിം പേരുകളും നമ്മൾ കണ്ടുവരുന്നു, ധാരാളമായി കണ്ടുവരുന്നു എന്നുള്ളതാണ്. നേരത്തെയുള്ള ആത്മഹത്യാ നിരക്കുകൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം പേരുകൾ താരതമ്യേന കുറവായിരുന്നു. പക്ഷെ ഇന്ന് ആ അവസ്ഥ മാറി. അക്കൂട്ടത്തിലും മുസ്ലിം പേരുകൾ നമ്മൾ കണ്ടുവരുന്നു. ധാരാളം പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമല്ല ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യ ഒരു പ്രശ്നത്തിനുമുള്ള പരിഹാരമല്ല. ആത്മഹത്യയാവുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇസ്ലാമികമായ പരിഹാരങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടത്. അത്തരമൊരു തലവാചകത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നാം ഖുത്ബ നിർവഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു പറയാനും കേൾക്കാനും ഉദവി നൽകുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആത്മഹത്യക്ക് കാരണമാവുന്ന സ്ത്രീധനം പോലുള്ള സാമൂഹിക തിന്മകളിൽ നിന്ന് വളരെ ശ്രദ്ധാപൂർവം അകന്നു നിൽക്കുന്നതോടൊപ്പം തന്നെ ആത്മഹത്യ ഒരു മഹാപാതകമാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കുക, ഇസ്ലാമികമായിട്ടത് വലിയ തെറ്റാണെന്ന് വിശ്വാസി സമൂഹത്തെയെങ്കിലും ബോധവൽക്കരിക്കുക എന്നതാണ് ഒന്നാമതായി ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ആത്മഹത്യയെ തടയാനുള്ള ഒന്നാമത്തെ സുപ്രധാനമായ പരിഹാരം സമൂഹത്തിന് നടത്തേണ്ടുന്ന ബോധവൽക്കരണമാണ്. ഇത് വലിയ പാതകമാണ്, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ വലിയ തെറ്റാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും, ജീവിതം ഒന്നിനും കഴിയാത്ത വിധം പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലും അതിൽ നിന്ന് അകന്നു നിൽക്കണം. അതിന് മാത്രം വലിയ പാതകമാണ് ആത്മഹത്യ എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അൻ-നിസായിലെ അധ്യാപനം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു. അല്ലാഹു വിശ്വാസികളോട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തഖുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി അന്യോന്യം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ തിന്നരുത്. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് നടത്തുന്ന കച്ചവടത്തിലൂടെയല്ലാതെ, ഉദ്യോഗ വരുമാനങ്ങളിലൂടെയല്ലാതെ, ആ ഒരു വരുമാനം അതാണ് ഹലാൽ. കച്ചവടം, ഉദ്യോഗം, മറ്റ് ഹലാലായ വരുമാനങ്ങൾ, ഇവയിലൂടെയല്ലാതെ നിങ്ങൾ സമ്പാദിക്കുന്ന ധനം അത് നിഷിദ്ധമായ വരുമാനമാണ്. നിങ്ങൾ അന്യോന്യം അത് ഭുജിക്കരുത്, തിന്നരുത്. അതിലെല്ലാം പെട്ടു സ്ത്രീധനവും അഴിമതിയും മറ്റെല്ലാ നിഷിദ്ധമായിട്ടുള്ള സമ്പാദ്യങ്ങളും ഉൾപ്പെട്ടു. അത് നിങ്ങൾ കഴിച്ചേക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ എത്രമാത്രം വലിയ പ്രയാസത്തിൽ അകപ്പെട്ടാലും നിങ്ങൾ നിങ്ങളെ കൊന്നുകളയരുത്, നിങ്ങൾ നിങ്ങളെ വധിക്കരുത്, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും, എത്ര വലിയ പീഡനങ്ങൾക്ക് നിങ്ങൾ ഇരയായാലും, എത്ര വലിയ അത്യാഹിതങ്ങളിലും മുസീബത്തുകളിലും നിങ്ങൾ അകപ്പെട്ടാലും അല്ലാഹു പറയാണ്, വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ വധിച്ചേക്കരുത്, കൊന്നേക്കരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ, നിശ്ചയം അല്ലാഹു തആല നിങ്ങളുടെ കരുണാവാരിധിയാണ്. പടച്ചവന്റെ കൃപ നിങ്ങൾ പ്രതീക്ഷിക്കുക. ആ കൃപ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ നിങ്ങളെ ഇല്ലാതാക്കി കളയരുതെന്ന് പറയാൻ ധാരാളം ഖുർആൻ വചനങ്ങളിലൂടെ അല്ലാഹു തആല ഇത് പറയുന്നുണ്ട്. മനുഷ്യൻ സ്വജീവനെ നശിപ്പിക്കാൻ പാടില്ല. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ല നിലയിൽ ഇടപെടുക. നിശ്ചയം അല്ലാഹു നല്ല നിലയിൽ ഇടപെടുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്, സ്വജീവൻ നിങ്ങൾ നശിപ്പിക്കരുത്. അത് മഹാപാതകമാണ്. ശാശ്വതമായ നരകശിക്ഷയിലേക്ക് നിങ്ങളെ തള്ളപ്പെടുന്ന പാതകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ് ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും ഒരു പർവ്വതത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അയാൾ രക്ഷപ്പെടുകയല്ല,
അയാൾ ശാശ്വതമായ നരകശിക്ഷയിലേക്ക് തള്ളപ്പെടുകയാണ്. ആ നരകത്തിൽ അവൻ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. ശാശ്വതമായി അവൻ ആ ശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വമൻ തഹസ്സാ സുമ്മൻ ഫഖതല നഫ്സഹു ഫസുമ്മുഹു ബിയദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആരെങ്കിലും വിഷം കഴിച്ച് മരിച്ചാൽ ആ വിഷത്തിന്റെ കുപ്പിയെടുത്ത് നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് നരകത്തിൽ അയാൾ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ വിഷം കഴിച്ചതിന്റെ വേദനകൾ, ആ മരണസമയത്ത് അയാൾ അനുഭവിച്ച വേദനകളുണ്ടല്ലോ, ആ വേദനകൾ ശാശ്വതമായി നരകത്തിൽ പേറിക്കൊണ്ട് ഇനി ആ വേദനയിൽ നിന്നൊരു മുക്തിയില്ലാത്ത വിധം എന്നേക്കും ആ വേദനകൾ കടിച്ചിറക്കിക്കൊണ്ട് അയാൾ കഴിഞ്ഞുകൂടുകയാണ് നരകത്തിൽ. ആ വിഷക്കുപ്പി അയാളെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ വേദന എന്നേക്കും അയാൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ശാശ്വതമായ എന്നേക്കുമുള്ള നരകശിക്ഷ അയാൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ومن قتل نفسه بحديدة فحديدته في يده يجأ بها في بطنه في نار جهنم خالدا مخلدا فيها أبدا. ആരെങ്കിലും ഇരുമ്പിന്റെ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് സ്വശരീരത്തെ പരിക്കേൽപ്പിച്ച് ആത്മഹത്യ ചെയ്താൽ ആ ആയുധം എന്നെന്നും അയാളുടെ കരങ്ങളിലുണ്ട്. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ വയറ്റത്ത് അയാൾ കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശാശ്വതമായ നരകശിക്ഷ അനുഭവിച്ചുകൊണ്ട് ആ ആയുധം കൊണ്ട് വയറ്റത്ത് കുത്തി അതിന്റെ വേദന നിരന്തരമായി എന്നേക്കുമായി ഒരന്ത്യമില്ലാത്ത രീതിയിൽ അയാൾ നരകശിക്ഷയും ആ കുത്തലിന്റെ വേദനയുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ആളുകൾക്ക് നാം നൽകേണ്ടുന്ന ബോധവൽക്കരണം എന്ന് പറയുന്നത്, ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമല്ല. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചിലർ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അയാൾ രക്ഷപ്പെടുകയല്ല, മറിച്ച് ശാശ്വതമായ പ്രതിസന്ധിയിലേക്ക്, നരകശിക്ഷയിലേക്ക് അയാൾ ആനയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ല. ആ ബോധ്യമാണ് നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കേണ്ടത്. തീർച്ചയായും ആത്മഹത്യയുടെ കാരണങ്ങൾ എന്താണോ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് സമൂഹത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതാണ്. അത് സാമൂഹികമായും രാഷ്ട്രീയമായും പ്രസക്തിയുള്ള കാര്യങ്ങളാണെങ്കിൽ സമൂഹത്തിൽ അതിന് പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നതോടൊപ്പം തന്നെ എന്ത് പ്രശ്നമുണ്ടായാലും ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള മാനസികമായ അവസ്ഥയിലേക്ക് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണം. അത് ഇസ്ലാമികമായി വലിയ തെറ്റാണെന്ന വിശ്വാസി സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതാണ് വിശ്വാസികളെ ഇതിൽ നിന്ന് അകറ്റാനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. രണ്ടാമതായി ചെയ്യേണ്ടത്, മനുഷ്യജീവിതം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ക്ഷമയോടെ മുന്നേറുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് സ്വർഗമെന്ന യാഥാർത്ഥ്യം നാം അറിയുകയും ആ ബോധം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ ബോധമുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ ആത്മഹത്യാ പ്രേരണയുണ്ടാവില്ല. ഇത് പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ജയിക്കണമെങ്കിൽ ക്ഷമ വേണം. ആ ബോധം ഏത് പ്രതിസന്ധിയിലും, എത്ര വലിയ വിഷമഘട്ടത്തിലും അതാണ് വേണ്ടത്, ആ ക്ഷമ. കാരണം ഇത് പരീക്ഷണത്തിന്റെ യുഗമാണ്. ഇത് വിജയപരാജയങ്ങളുടെ മാത്രം യുഗമല്ല. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അവനാണ് ജീവിതവും മരണവും പടച്ചത്. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ അവൻ പ്രതാപവാനാണ്. അവനെല്ലാം പുറത്തു തരുന്നവനാണ്. നിങ്ങളെ പരീക്ഷിക്കാനാണ് ജീവിതവും മരണവും പടച്ചത്. വനബുലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നന്മ കൊണ്ടും തിന്മ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കാൻ വേണ്ടി നന്മയുടെ അവസ്ഥയുണ്ടാകും, നിങ്ങൾക്ക് പ്രയാസത്തിന്റെ അവസ്ഥയുണ്ടാകും. ഒരു പരീക്ഷണം എന്ന നിലയിലാണ് വഇലൈനാ തുർജഊൻ, നമ്മിലേക്കാണ് നിങ്ങളുടെ മടക്കം.
അതുകൊണ്ട് മടക്കത്തിന്റെ ഗേഹം നിങ്ങൾ മോശമാക്കരുത്. പരീക്ഷണത്തിൽ നിങ്ങൾ പതറിപ്പോവരുത്, പരാജയപ്പെട്ടു പോവരുത്. ധാരാളം പരീക്ഷണങ്ങൾ വിശ്വാസികൾക്ക് നേരിടേണ്ടി വരും. നമ്മുടെ ശരീരത്തിൽ പരീക്ഷണം, കുടുംബജീവിതത്തിൽ പരീക്ഷണം, ഒറ്റപ്പെട്ടു പോകുന്ന പരീക്ഷണം, എല്ലാവരും പ്രയാസപ്പെടുത്തുന്ന പരീക്ഷണം, കുടുംബത്തിൽ മരുമകളായി എല്ലാ നിലക്കും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. അത് വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ മക്കൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷണമാണ്. വിശ്വാസിനികൾ എന്ന നിലയ്ക്ക് അവിടെയൊക്കെ ക്ഷമിച്ച് മുന്നേറാനുള്ള ഈമാനികമായ കരുത്ത് നമ്മൾ അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്രചോദനമാവണം നാം അവരോട് നടത്തുന്ന ചർച്ചകളും നാം അവരോട് നടത്തുന്ന സംസാരങ്ങളും. ധാരാളം പരീക്ഷണങ്ങൾ വിശ്വാസികൾ നേരിടേണ്ടി വരും. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, അല്ലാഹു പരീക്ഷിക്കും വിവിധങ്ങളായ പരീക്ഷണങ്ങൾ. ബിശ്ശിദ്ദതി വറഖാ, ക്ഷാമം കൊണ്ടും ക്ഷേമം കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. ക്ഷേമം മാത്രമല്ല, ക്ഷാമവും ഉണ്ടാവും. വസ്സുഹത്തി വസ്സഖം, ആരോഗ്യം കൊണ്ടും രോഗം കൊണ്ടും പരീക്ഷിക്കും. ആരോഗ്യം മാത്രമല്ല, രോഗവും ഉണ്ടാവും. വൽ ഗിനാ വൽ ഫഖർ, സമ്പത്തുള്ള അവസ്ഥയും ഉണ്ടാവും, ദാരിദ്ര്യമുള്ള അവസ്ഥയും ഉണ്ടാവും. ഐശ്വര്യം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പരീക്ഷിക്കും. രോഗം കൊണ്ടും ആരോഗ്യം കൊണ്ടും പരീക്ഷിക്കും. ക്ഷേമം കൊണ്ടും ക്ഷാമം കൊണ്ടും പരീക്ഷിക്കും. പക്ഷേ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കഠിന വേദനകളിലും പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർക്ക് മാത്രമാണ് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ഭയപ്പാട് കൊണ്ട്, വിശപ്പ് കൊണ്ട്, സമ്പത്ത് ചുരുക്കിക്കൊണ്ട്, ശരീരങ്ങൾ മരിച്ചുപോയിക്കൊണ്ട്, കായ്ക്കനികൾ കുറഞ്ഞുകൊണ്ട് വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ക്ഷമിക്കുന്നവർക്ക് മാത്രം നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. സഹോദരങ്ങളെ, അവർക്ക് സ്വർഗമാണുള്ളത്. ഇങ്ങനെ ക്ഷമിക്കാൻ സന്നദ്ധനായാൽ ഒരു പാപവുമില്ലാതെ നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ അയാൾക്ക് സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതിആ. ഒരു സത്യവിശ്വാസിയുടെ സമ്പത്തിൽ, സത്യവിശ്വാസിയുടെ ശരീരത്തിൽ, സത്യവിശ്വാസിയുടെ സന്താനങ്ങളിൽ എല്ലാ മേഖലയിലും പരീക്ഷണങ്ങൾ വരും. എന്തിനാണ് പരീക്ഷണങ്ങൾ? അള്ളാഹുവിനെ യാതൊരു പാപവുമില്ലാതെ നാളെ അയാളെ കണ്ടുമുട്ടുന്നത് വരെ. അതാണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുമ്പോ പരീക്ഷണത്തിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ല. കാരണം ആത്മഹത്യ ചെയ്താൽ അവൻ തിരിച്ചറിയുന്നു, ഞാനവിടെ പരാജയപ്പെട്ടു പോവുകയാണ് ആ പരീക്ഷണത്തിൽ. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോവുകയാണെന്ന് തിരിച്ചറിയുമ്പോ ഒരിക്കലും ആത്മഹത്യ ഉണ്ടാവില്ല. അതിനുള്ള ചിന്ത അവന്റെ മനസ്സിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖളായിലും ഖദറിലും, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാം സംഭവിക്കുന്നത് പടച്ചവന്റെ തീരുമാനപ്രകാരമാണ്. ഇതിനാണ് നമ്മൾ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അത് ഇസ്ലാം കാര്യങ്ങളിൽ ആറാമത്തേതാണ്, വളരെ സുപ്രധാനമാണ്. പണ്ഡിതന്മാരിൽ പലരും പറയുന്നത് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതില്ല. അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഖദറിലുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്ത് പ്രയാസം എനിക്ക് വന്നാലും പടച്ചവന്റെ തീരുമാനം, റബ്ബേ നിന്റെ തീരുമാനം, അത് റബ്ബിന്റെ തീരുമാനമാണ് എന്ന് നീ വിശ്വസിക്കണം, നിർബന്ധമായും വിശ്വസിക്കണം. അതൊക്കെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അടിമയെ അല്ലാഹു തആല അറിയിക്കുകയാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു പറയാൻ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ദുരിതവും മനുഷ്യനെ ബാധിക്കുന്നില്ല. വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾക്ക് ദുരിതങ്ങൾ ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ, എല്ലാം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത് ദുരിതങ്ങൾക്കിരയായാലും, നമ്മൾ ഇരയാവുന്നുവെങ്കിലും എല്ലാം അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മിൻ ഖബ്ലി അൻ നബ്റഅഹാ, ആ ദുരിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ്, അതിന്റെ മുമ്പ് തന്നെ
അല്ലാഹു തആല അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, നിശ്ചയം അതെല്ലാം അല്ലാഹുവിന് എളുപ്പമാണ്. അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് അടിമകളെ അല്ലാഹു തആല അറിയിച്ചത്? രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു, രേഖപ്പെടുത്തി വെച്ചു എന്ന് അല്ലാഹു തആല അടിമകളെ അറിയിക്കുകയും ചെയ്തു. അതെന്തിനു വേണ്ടിയാണെന്ന് അല്ലാഹു പറയാണ്, ലികൈലാ തഅസു വലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ അങ്ങനെ ചെയ്താൽ എനിക്കിതൊക്കെ ലഭിക്കുമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ടല്ലോ ആളുകൾക്ക്. അങ്ങനെ തോന്നാതിരിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി വെച്ചത്. രേഖപ്പെടുത്തി വെച്ചതും രേഖപ്പെടുത്തി വെച്ചു എന്ന് നിങ്ങൾ അറിയിച്ചതും ലികൈലാ തഅസു വലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ, വലാ തഫറഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു തആല അഹംഭാവികളും പൊങ്ങച്ചക്കാരുമായ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. നിങ്ങൾ പൊങ്ങച്ചക്കാരിൽ ഉൾപ്പെടാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് നിങ്ങൾ അഹങ്കാരികളാവാൻ പാടില്ല. അഹങ്കാരികളാവാതിരിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ വല്ലാത്ത ഖേദവുമായിട്ട് നിങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവനെ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി, അതിനു വേണ്ടി തന്നെയാണ് അല്ലാഹു തആല ഇത് നിങ്ങൾ അറിയിച്ചത്. സഹോദരങ്ങളെ, അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണ് നടന്നത് എന്ന അടിയുറച്ച ആ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാധിച്ച പ്രതിസന്ധിയും ദുരന്തവും ബുദ്ധിമുട്ടും അതെത്രമാത്രം കഠിനമാണെങ്കിലും അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അയാൾ ചിന്തിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ ഹൃദയത്തിൽ നമ്മളതിങ്ങനെ നമുക്ക് ആ ബോധ്യമുണ്ട്, ആ അറിവുണ്ട് എന്ന നിലയിൽ കൊണ്ടു നടന്നാൽ പോരാ. അത് ഹൃദയത്തിൽ യഖീനായി ദൃഢബോധ്യത്തോടുകൂടി കൊണ്ടു നടക്കാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഒരു ഘട്ടത്തിലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ മറ്റൊരു പാഠം. ആ പാഠം ഉൾക്കൊണ്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളും ആത്മഹത്യയെ സംബന്ധിച്ച് ചിന്തിക്കില്ല. എന്ത് സംഭവിച്ചാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും മരണത്തെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന പ്രയാസത്തിന്റെ പേരിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ധാരാളം ഹദീസുകൾ, ധാരാളം പ്രവാചക വചനങ്ങൾ അതുമായി ഉദ്ധരിച്ചുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്നാ അഹദുകുമുൽ മൗത്ത് ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ് വഇമ്മാ മുസീഅൻ ഫലഅല്ലഹു യസ്തഅതിബ്. നിങ്ങളിൽ ഒരാൾ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അയാൾക്ക് ബാധിച്ച പ്രയാസങ്ങളുടെ പേരിൽ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. അയാള് നന്മ ചെയ്യുന്നയാളാണെങ്കിൽ അയാൾക്ക് നന്മ വർദ്ധിപ്പിക്കാമല്ലോ. കുറച്ചുകൂടി ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് നന്മ വർദ്ധിപ്പിക്കാമല്ലോ. അതല്ല, അയാളുടെ തിന്മയുടെ തുലാസാണ് തൂങ്ങുന്നതെങ്കിൽ അയാൾക്ക് പശ്ചാത്തപിക്കാമല്ലോ. അയാൾക്ക് നന്മ ചെയ്യാനുള്ള അവസരമല്ലേ ഉള്ളത്. നന്മ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും നന്മ ചെയ്യാമല്ലോ. ആയുർദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ ഇനി അതല്ല, തിന്മയാണ് അയാൾ കൂടുതലായി ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾക്ക് പശ്ചാത്തപിക്കാമല്ലോ. അതുകൊണ്ട് വിശ്വാസികളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്നാ അഹദുകുമുൽ മൗത്ത്, നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. വലാ യദുഉ ബിഹി മിൻ ഖബ്ലി അയ്യതിയഹു, ആ മരണം നിങ്ങൾക്ക് ആസന്നമാവുന്നതിന്റെ മുമ്പ് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും പാടില്ല. പടച്ചവനെ എന്നൊന്ന് മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇന്നഹു ഇദാ മാത അഹദുകും ഇൻഖതാ അമലുഹു, നിങ്ങളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അമലുകൾ, അയാളുടെ കർമ്മങ്ങൾ അതോടുകൂടി നിലച്ചു പോവുകയാണ്. പിന്നെ അയാൾക്ക് കർമ്മം ചെയ്യാനുള്ള അവസരമില്ല. അതാണ് നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കരുത് എന്ന് പറയാൻ കാരണം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആയുസ് അയാൾക്ക് നന്മയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും വിശ്വാസിയുടെ ജീവിതത്തിൽ. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ എന്നാണ്.
ദുനിയാവെന്ന് പറഞ്ഞാൽ അത് വിശ്വാസിയുടെ ജയിലും അത് നിഷേധിയുടെ സ്വർഗവുമാണെന്ന് ഒരു വചനത്തിൽ, ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ പ്രയാസങ്ങളുടെ പേരിൽ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം ആയുർദൈർഘ്യം എത്ര കൂടിയാലും അതിലൂടെ നന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ ആയുസ്സിനെ പ്രയോജനപ്പെടുത്തുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ വചനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്നയന്ന അഹദും മിൻകുമുൽ മൗത ലിദുർരിൻ നസല ബിഹി. ഒരാൾക്ക് ബാധിച്ച പ്രയാസത്തിന്റെ പേരിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ചില ഘട്ടങ്ങളിലൊക്കെ മരണത്തെ ആഗ്രഹിച്ചു പോവും. എത്ര ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും എന്ന് കേട്ടാലും ആ പ്രയാസത്തിന്റെ കാഠിന്യം കൊണ്ട് മരണത്തെ ആഗ്രഹിക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാവും. മനുഷ്യന്റെ ജീവൻ പകുതിയായി കിടക്കുന്ന അവസ്ഥ, ശാരീരിക അവയവങ്ങളൊക്കെ പരിക്കേറ്റ് കിടക്കുന്ന അവസ്ഥ, അതുപോലെ മനുഷ്യൻ അങ്ങേയറ്റം അവശനായി കിടക്കുന്ന അവസ്ഥ, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുന്ന അവസ്ഥ. ഈ ഘട്ടത്തിലൊക്കെ ചിലരെങ്കിലും മരണത്തെ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. റസൂലുള്ള ആ അവസ്ഥയും മുഖവിലക്കെടുത്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ ലിൽ മൗത്ത്, നിങ്ങൾക്ക് മരണത്തെ ആഗ്രഹിക്കാതിരിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഫല്യഖുൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. പടച്ചവനെ, ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എനിക്ക് ജീവിതം നൽകണമേ. അല്ലാഹുവേ, മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എനിക്ക് മരണം നൽകണമേ. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തിപ്പെട്ടാലും ആ പ്രാർത്ഥനയെ നടത്താൻ പാടുള്ളൂ. അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ ജീവിതം നൽകണമേ. അല്ലാഹുവേ, മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ മരണം നൽകണമേ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിയിൽ സമാധാനിക്കുവാനും സഹനം അവലംബിക്കുവാനും സാധിക്കുമ്പോ അത് പ്രതിഫലാർഹമായിട്ട് മാറുന്നു. ഇത് ഉൾക്കൊണ്ട ഒരാളും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ്. ആ ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരില്ല. അഞ്ചാമതായി ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നത് നിരാശ കൈവെടിയാനാണ്. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും പ്രതീക്ഷയുടെ കിരണങ്ങളെങ്കിലും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ പ്രതീക്ഷയുടെ കിരണങ്ങളെങ്കിലും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഒരാൾക്ക് സാധ്യമായി കഴിഞ്ഞാൽ അയാൾ ആത്മഹത്യ ഒരു വഴിയായി സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നിരാശരാവാൻ പാടില്ലെന്ന് ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്. വലാ തൈഅസൂ മിർ റൗഹില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിഷേധികളായ ആളുകളല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവുകയില്ല. നിരാശ ബാധിക്കാൻ പാടില്ല. എന്തായാലും എനിക്കൊന്ന് രക്ഷപ്പെടാൻ സാധിക്കും, എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ഞാൻ അതിജീവിക്കും. നോക്കൂ നിങ്ങൾ, പല ജനസമൂഹങ്ങളും അങ്ങനെയല്ല നിലനിൽക്കുന്നത്. അവരുടെ പ്രതീക്ഷയുടെ കിരണങ്ങൾ, വലിയ പ്രയാസങ്ങൾ, വലിയ പ്രതിസന്ധികൾ, വലിയ ബോംബേറുകൾക്ക് അവർ ഇരയായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കുഞ്ഞുമക്കൾ, അവരുടെ വൃദ്ധർ, അവരുടെ സഹോദരിമാര്, സ്ത്രീകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. കെട്ടിടങ്ങൾ തകർന്നു വീണുകൊണ്ടിരിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും എന്നെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷ വിശ്വാസിക്ക് വേണം. ആ ഒരു പ്രതീക്ഷയാണ് ഖുർആൻ നമ്മിലുണ്ടാക്കുന്നത്, അള്ളാഹു നമ്മിലുണ്ടാക്കുന്നത്. അള്ളാന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നിഷേധികളായ ആളുകളല്ലാതെ അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവുകയില്ല. പടച്ചോൻ രക്ഷപ്പെടുത്തും, പടച്ചോന്റെ കാരുണ്യം ലഭിക്കും. ആ ഒരു ചിന്തയാണ് വിശ്വാസിക്ക് വേണ്ടത്. അതല്ലാതെ പടച്ചോന്റെ രക്ഷ കിട്ടുമ്പോ, പടച്ചോന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ പടച്ചവന് ശുക്ർ പറയുകയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അള്ളാഹുവിനെ വിസ്മരിച്ചു പോകുകയും ചെയ്യുന്ന ആളുകളായി, അള്ളാഹുവിനെ സംബന്ധിച്ച് തെറ്റായ വിചാരം വെച്ചു പുലർത്തുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. അങ്ങനെയുള്ള ചില ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യനെ അള്ളാഹു പരീക്ഷണത്തിന്റെ ഭാഗമായി ആദരിക്കുകയും അവന് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്താൽ അവൻ പറയുന്നു, പടച്ചവൻ എന്നെ ആദരിച്ചിരിക്കുന്നു, പടച്ചവൻ എന്നോട് വലിയ ഇഷ്ടമാണ്, പടച്ചവൻ എന്നെ ആദരിച്ചിരിക്കുന്നു, ഞാൻ ചെയ്ത നന്മകൾ കാരണമാണ് ഈ ആദരവ് ഞാൻ നേടിയത് എന്നെല്ലാം അവൻ പറഞ്ഞേക്കും. അതേ മനുഷ്യന് തന്നെ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി യഹാനൻ. അള്ളാന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായി കുറച്ചു കാര്യങ്ങളൊക്കെ കുറഞ്ഞുപോയി, അയാളുടെ അന്നം കുറഞ്ഞുപോയി, അതല്ലെങ്കിൽ പരിമിതമായ അവസ്ഥയിലായി,
അള്ളാന്റെ പരീക്ഷണങ്ങൾ അയാൾക്ക് ഇറങ്ങി. ഈ ഘട്ടത്തിൽ അയാൾ പറയും, പടച്ചവൻ എന്നെ നിന്ദിച്ചിരിക്കുന്നു. അള്ളാഹ്ക്ക് ഞാൻ എത്രമാത്രം ഇബാദത്തുകൾ നിർവഹിച്ചു, എത്രമാത്രം റബ്ബിനെ ഞാൻ സ്നേഹിച്ചു, എത്രമാത്രം ആരാധനകൾ ഞാൻ നിർവഹിച്ചു, എന്നിട്ടും എന്തേ എനിക്കിങ്ങനെ റബ്ബെന്നെ നിന്ദിച്ചിരിക്കുന്നു. ആ ഒരു ചിന്ത വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. റബ്ബിനെ സംബന്ധിച്ചുള്ള തെറ്റായ വിചാരം നിങ്ങൾ ഒരു ഘട്ടത്തിലും വെച്ചു പുലർത്താൻ പാടില്ല. അള്ളാഹിനെ സംബന്ധിച്ച് നല്ല വിചാരം, നല്ല പ്രതീക്ഷകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിശ്വാസി വെച്ചു പുലർത്തണം. തെറ്റായ വിചാരങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാവാൻ പാടില്ല. ജാബിർ ഇബ്നു അബ്ദുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മൗതിഹി ബിസലാസതി അയ്യാമിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് പറഞ്ഞ ഒരു കാര്യം എന്താ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യമൂതുന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അള്ളാഹിനെ സംബന്ധിച്ചുള്ള നല്ല വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രതിസന്ധികളിൽ പതറാതെയും ആത്മഹത്യകളെ അവലംബിക്കാതെയും മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവണം. നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം കഴിയണം. അതിന് സാധ്യമാവണമെങ്കിൽ ഇസ്ലാമികമായ ഈ 5 ബോധ്യങ്ങൾ ഹൃദയത്തിൽ എന്നെന്നും നിലനിർത്തുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ശാശ്വതമായ നരകശിക്ഷയിലേക്ക് ഒരാളെ തള്ളിവിടുന്ന മഹാപാതകമാണ് ആത്മഹത്യ എന്ന ബോധ്യം നിലനിർത്തുകയും തലമുറകൾക്ക് ആ ബോധ്യം പകർന്നു കൊടുക്കുകയും ചെയ്യുക. മനുഷ്യജീവിതം ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്കാണ് സ്വർഗമെന്നതാണ് രണ്ടാമത് നിലനിർത്തേണ്ടുന്ന ബോധ്യം, പകർന്നു കൊടുക്കേണ്ടുന്ന ബോധ്യം. അള്ളാഹുവിന്റെ ഖദറിലുള്ള അടിയുറച്ച വിശ്വാസമാണ് മൂന്നാമതായിട്ട് നമ്മൾ നിലനിർത്തേണ്ടുന്ന ബോധ്യം, അതല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും മരണത്തെ ആഗ്രഹിക്കരുതെന്നുള്ള ചിന്തയാണ് നാലാമതായിട്ട് നമ്മളെ നയിക്കേണ്ടത്. നിരാശയുടെ കയങ്ങളിലേക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും വിശ്വാസികൾ മുങ്ങിപ്പോവാതിരിക്കുക, പ്രതീക്ഷയുടെ കിരണങ്ങൾ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക. ഇതാണ് 5ാമത്തെ കാര്യമെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സാഹചര്യങ്ങളെല്ലാം മാറി വരുമെന്നുള്ള ചിന്തയാണ് വിശ്വാസിയെ നയിക്കേണ്ടത്. ഈ 5 കാര്യങ്ങൾ നിലനിർത്തുന്നവൾക്ക് ഈ പ്രതിസന്ധികളിലൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. വെറുതെ ക്ഷമിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമല്ല. സ്ത്രീധനം പോലുള്ളവ കൊണ്ട് നമ്മുടെ പെൺമക്കളെ പ്രയാസപ്പെടുത്തുമ്പോ നിയമപരമായ വഴികൾ തേടേണ്ടതാണ്. ടോൾ ഫ്രീ നമ്പറുകളിൽ പരാതികൾ അറിയിക്കാവുന്നതാണ്. ഇതുകൂടാതെ സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷയായി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിലും കഠിനമായി ആ നിയമത്തെ മാറ്റേണ്ടി വരുമെന്നാണ് ആധുനിക സാഹചര്യം നമ്മോട് പറയുന്നത്. അതുകൊണ്ട് നിയമപരമായ എല്ലാ വഴികളും വിശ്വാസികൾക്കും അവലംബിക്കാം, എല്ലാവർക്കും അവലംബിക്കാം. പക്ഷേ ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിനേക്കാൾ മാരകമായതോ അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഭീകരമായതോ ആയ മറ്റൊരു തിന്മയെ അവലംബിക്കുക എന്നതാണ് ഇന്നിപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വജീവൻ നഷ്ടപ്പെടുത്തിയും കൊച്ചു സന്താനങ്ങളെ കിണറ്റിലെറിഞ്ഞും ജീവിതം നശിപ്പിക്കുന്നത് സ്ത്രീധനം പോലെ തന്നെ മറ്റൊരു ക്രൂരതയാണെന്ന് ആളുകൾ മനസ്സിലാക്കണം. ആത്മഹത്യാ ദുരന്തങ്ങൾക്കും അന്ത്യമുണ്ടാവണം. ധാരാളം കാര്യങ്ങളുടെ പേരിൽ ആത്മഹത്യ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ തകർച്ച, ബാങ്ക് ജപ്തി ഭീഷണി, കുടുംബ കലഹം, ഇപ്പറഞ്ഞ സ്ത്രീധനം, ഇതിന്റെ പേരിലെല്ലാം തന്നെ ആത്മഹത്യകൾ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ഗൗരവത്തിൽ ഈ കാരണങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആവർത്തിച്ചു പറയാണ്, കാരണങ്ങൾ നിസ്സാരമല്ല. ആ കാരണങ്ങൾക്കെതിരെയുള്ള പോരാട്ടം സമൂഹത്തിൽ ഉണ്ടാവണം. ആ ദുരാചാരങ്ങൾ സമൂഹത്തിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. പക്ഷേ ഈ കാരണങ്ങൾക്കൊന്നിനുമുള്ള പരിഹാരമല്ല ആത്മഹത്യ എന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും, ഈ അടുത്ത് തിരൂരിൽ നിന്ന് നിങ്ങളൊരു വാർത്ത കേട്ടിരിക്കും. ഒരു മദ്രസ വിദ്യാർത്ഥി മൊബൈൽ ഫോണ് കയ്യിൽ കിട്ടാത്തതിന്റെ പേരിലാണ് കുളിമുറിയിൽ പോയി തോർത്തുമുണ്ടിൽ തൂങ്ങി മരിച്ചത്. ഇങ്ങനെയുള്ള ധാരാളം വാർത്തകൾ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പരീക്ഷയിൽ ജയിക്കാത്തതിന്റെ പേരിൽ
പരീക്ഷയിൽ A+ കിട്ടാത്തതിന്റെ പേരിൽ, ഫുൾ A+ കിട്ടാത്തതിന്റെ പേരിൽ ഇങ്ങനെയെല്ലാം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? നമ്മുടെ മക്കളിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധ്യമാവുന്നില്ല. മക്കളെ സുഹൃത്തുക്കളായി കണ്ട് മക്കളോട് ഇടപഴകാൻ, മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി രക്ഷിതാക്കൾക്ക് മാറാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മക്കളുടെ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ എന്താണ് ജീവിതം എന്നവരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്തിനു വേണ്ടിയാണ് ജീവിതം എന്ന് പഠിപ്പിക്കാൻ സാധിക്കും. ജീവിത വീക്ഷണവും ജീവിത ദൗത്യവും എന്താണെന്നുള്ള തിരിച്ചറിവ് അവരെ കൊണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യില്ല. ആ തിരിച്ചറിവുണ്ടാക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ സാധിക്കണം. യാ അയ്യുഹന്നാസ് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ. മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് നല്ലതുപോലെ കാത്തുകൊള്ളും. നരകമെന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഇന്ധനം മനുഷ്യരാണ്, കല്ലാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ, അവർക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ആത്മബലമുണ്ടാവണം. അതിനുവേണ്ടി അതിനുപോൽബലകമായ, അതിന് സഹായകരമായ രീതിയിലുള്ള സംസാരം നിരന്തരമായി നമ്മുടെ മക്കളുമായി നടത്താൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. അതുപോലെ വൃദ്ധജനങ്ങളുടെ ആത്മഹത്യകളും വർദ്ധിക്കുകയാണ്. വൃദ്ധജനങ്ങൾ, അമേരിക്കയിലൊക്കെ ഒരു പഠനം പറയുന്നത് അവിടെ നടക്കുന്ന ആത്മഹത്യയുടെ വലിയൊരു ശതമാനം 80 വയസ്സിന് മീതെയുള്ള ആളുകളുടെ ആത്മഹത്യയാണ് വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുകയാണ്. അതല്ലെങ്കിൽ ജീവിതം അവർക്കൊരു പ്രയാസകരമായി മക്കളോടൊന്നിച്ചുള്ള ജീവിതം മാറുകയാണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ദീനീ നിർദ്ദേശങ്ങളുണ്ടല്ലോ. ആ ദീനീ നിർദ്ദേശങ്ങളെ പാലിക്കാൻ മനുഷ്യർ സന്നദ്ധരായാൽ വൃദ്ധസദനങ്ങൾ ഉണ്ടാവില്ല, മാതാപിതാക്കളെ പ്രയാസം നേരിടേണ്ടി വരില്ല. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷം, അല്ലാഹുവിന് ആരാധന നിർവഹിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് എന്താണ്? അവന് മാത്രം ആരാധന നിർവഹിക്കുക, അതുപോലെ മാതാപിതാക്കൾക്ക് നന്മ നേരുക, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, അവരോടുള്ള കടപ്പാടുകൾ നിറവേറ്റുക. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അവർക്ക് നിങ്ങളിൽ നിന്ന് സ്നേഹം മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. അവർ വൃദ്ധരായി കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ ചെയ്യുന്ന പോലും പറയാൻ പാടില്ല. അവരെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ അവരെ അകറ്റാൻ പാടില്ല. മാന്യമായ രീതിയിൽ അവരോട് നിങ്ങൾ സംസാരിക്കണം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പടച്ചവനെ, എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എന്നെ പോറ്റു വളർത്തിയത് കാരണം അല്ലാഹുവേ, അവരോട് നീ കരുണ കാണിക്കണമേ റബ്ബ്. അവർക്ക് ദീർഘായുസ്സോട് കൂടിയുള്ള, ആരോഗ്യത്തോട് കൂടിയുള്ള ദീർഘായുസ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായി മക്കൾ മാറണം. അങ്ങനെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നവരായി, മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമായി മക്കൾ മാറിക്കഴിഞ്ഞാൽ ആ പ്രയാസം മാതാപിതാക്കൾക്കുണ്ടാവില്ല. അവരൊറ്റപ്പെട്ടു പോയി എന്നുള്ള പ്രയാസം. വൃദ്ധസദനങ്ങൾ അത് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന്റെയോ വികസനത്തിന്റെയോ ലക്ഷണമല്ല. അത് നാടിന്റെ മൂല്യച്യുതിയുടെ ലക്ഷണമാണ്. അത് ഉപഭോഗ സംസ്കാരത്തിന്റെ അടയാളമാണ് എന്ന് ലോകത്തോട് പറയാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. പക്ഷേ കുട്ടികളാണെങ്കിലും വൃദ്ധരാണെങ്കിലും യുവാക്കളാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനുമുള്ള പരിഹാരമല്ല. വലിയ പ്രയാസങ്ങൾ പ്രവാചകന്മാരും മഹത്തുക്കളും ഒക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എത്ര വലിയ പ്രയാസങ്ങൾ! വലിയ രോഗമല്ലേ അയ്യൂബ് നബി അലൈഹിസ്സലാം അഭിമുഖീകരിച്ചത്? സഹോദരങ്ങളെ, എല്ലാവരും ഒറ്റപ്പെടുത്തിയ സാഹചര്യം മറിയം ബീവി അലൈഹിസ്സലാമയുടെ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ ഉണ്ടായില്ലേ? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവരെ ഗർഭം ധരിച്ചപ്പോ, അവരെ ഈസാ നബി അലൈഹിസ്സലാമയെ ഗർഭം ധരിച്ചപ്പോ എല്ലാവരിൽ നിന്നും അവരൊറ്റപ്പെട്ടു പോകുന്ന ഒരു ഘട്ടം. പക്ഷേ ആ ഘട്ടത്തിലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വഴി അവരാരും അവലംബിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കരുത്തു വേണം. അതാണ് ഈമാനികമായ കരുത്തെന്ന് പറയുന്നത്. ഒരിക്കലും ആത്മഹത്യ ഒരു നിലക്കും ഒരു വഴിയിലും ഒരറ്റത്തിലുമുള്ള പരിഹാരമല്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോകത്തെ പഠിപ്പിച്ചത്, ലോകത്തിന് പകർന്നു നൽകിയ അറിവതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മനുഷ്യന് ഒരു മുറിവേറ്റപ്പോ ആ മുറിവിന്റെ പ്രയാസം കൊണ്ട് അയാൾ സ്വശരീരത്തെ കൊന്നുകളഞ്ഞു. അയാൾ ആത്മഹത്യ ചെയ്തു.
അപ്പോൾ അല്ലാഹു പറഞ്ഞു, ബദറനി അബ്ദി ബിനഫ്സി, എന്റെ അടിമ അവന്റെ ആത്മാവിന്റെ കാര്യത്തിൽ എന്നെ മറികടന്നിരിക്കുന്നു. എന്റെ അടിമ അവന്റെ കാര്യത്തിൽ ധൃതി കാണിച്ചിരിക്കുന്നു, അവന്റെ ആത്മാവിന്റെ കാര്യത്തിൽ എന്നെ മറികടന്നിരിക്കുന്നു. ഹറംതു അലൈഹിൽ ജന്ന, ഞാൻ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, സ്വർഗം ഞാൻ അയാൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, സ്വർഗം ഹറാമാവുകയാണ് ആ മനുഷ്യന്, ആത്മഹത്യ ചെയ്ത മനുഷ്യന്. എന്തിൻ്റെ പേരിലാണ്? ശരീരത്തിലേറ്റ ഒരു മുറിവിന്റെ വേദന സഹിക്കവയ്യാതെയാണ് ആത്മഹത്യ ചെയ്ത്. എന്നിട്ട് പോലും ഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അയാൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ മൃതദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു എന്നാണ്. എന്താ റസൂലുള്ളാഹി സ്വീകരിച്ച നിലപാട്? ഫലം യുസല്ലി അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ല, മയ്യത്ത് നിസ്കരിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കും, ഞാൻ നിസ്കരിക്കുന്നില്ല. ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കരുത് എന്നൊരു നിയമം ഇസ്ലാമിലില്ല. പക്ഷേ ആത്മഹത്യ എന്ന് പറയുന്നത് എത്രമാത്രം വലിയ പാതകമാണെന്ന് ലോകത്തെ അറിയിക്കാൻ വേണ്ടി സ്വഹാബിമാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുനിന്നത്, അവരോട് നിസ്കരിക്കാൻ പറഞ്ഞതും. കാരണം പ്രവാചകനെ പോലുള്ള ഒരാൾക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ അവസ്ഥയല്ല, സാഹചര്യമല്ല ആത്മഹത്യ ചെയ്ത ഒരു മൃതദേഹത്തിന്റെ പേരിൽ എന്നുള്ള തിരിച്ചറിവ് ലോകത്തിന് പകർന്നു നൽകുകയായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം, നമ്മുടെ മക്കൾക്കുണ്ടാവണം, നമ്മുടെ ഭാര്യക്കുണ്ടാവണം, നമ്മുടെ വീട്ടുകാർക്കുണ്ടാവണം. നമ്മുടെ മക്കളെ ഒരു പ്രദേശത്തേക്ക്, ഒരു വീട്ടിലേക്ക് കെട്ടിച്ചയച്ചാൽ അവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത്, ഈമാനികമായ കരുത്ത് അവർ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെയെല്ലാം നമ്മുടെ മുമ്പിലുള്ള ആധുനികമായ മാതൃക എന്ന് പറയുന്നത് ഫലസ്തീൻ മക്കളാണ്. എന്തുമാത്രം വലിയ പ്രതിസന്ധികളിലൂടെയാണ് അവരെ കടന്നു പോകുന്നത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ടല്ലോ സഹോദരങ്ങളെ. പക്ഷേ പതറാതെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈമാനോടുകൂടി പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണവർ. പ്രതീക്ഷയുടെ കിരണങ്ങളാണ് അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. അള്ളാഹു അവരുടെയും നമ്മുടെയും ഈമാനിനെ നാൾക്കുനാൾ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പതറാതെ
മുന്നേറാനുള്ള ക്ഷമയും ആത്മധൈര്യവും അല്ലാഹു നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും മുഴുവൻ വിശ്വാസികൾക്കും മുഴുവൻ ലോകത്തിനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖ് ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെയും ബർസഖ് ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ കൂട്ടത്തിലും ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സന്താനങ്ങളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിർഹംലി വാലിദീന കമാ റബ്ബയാനാ സിഗാറാ. പടച്ച തമ്പുരാനെ, അവരോട് നീ കരുണ കാണിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സ്ത്രീധനം പോലുള്ള പ്രതിസന്ധികൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്നതിൽ നിന്നും പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല അനുയോജ്യരായ ഇണകളെ കൊണ്ട് അവരെ വിവാഹം ചെയ്തേക്കാനുള്ള തൗഫീഖ് നൽകി പടച്ച തമ്പുരാനെ ഞങ്ങൾക്ക് നീ അനുഗ്രഹം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഇസ്രായേലിനെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാമ്രാജ്യത്വ അജണ്ടകളെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ലോകത്തുടനീളം നീ സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, വർഗീയതയെ നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, കലാപങ്ങളെയും രക്തച്ചൊരിച്ചിലുകളെയും നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, മതസൗഹാർദ്ദവും മാനവികമായ പരസ്പര സ്നേഹവും ഞങ്ങളുടെ നാട്ടിൽ നീ എന്നെന്നും നിലനിർത്തി തരണമേ തമ്പുരാനെ. അല്ലാഹ്, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് റബ്ബേ. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയ്യത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.